ഹായ് ഹലോ ഹൗ ആർ യു. നീതിയും ന്യായവും ഉറപ്പാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തുന്ന ഒരു വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ മഹാരാജ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ആപ്തവാക്യത്തിലൂന്നിയ നീതിന്യായ വ്യവസ്ഥ സമൂഹത്തിലെ വളരെ ന്യൂനപക്ഷമായ ട്രാൻസ് കമ്മ്യൂണിറ്റി, ആസ് ഐ എം എ ട്രാൻസ് പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധ ആവോളം വേണ്ടുന്ന ഒരു വിഭാഗത്തിൻ്റെ വക്താവ് തന്നെയാണ് ഞാനും. ഞങ്ങൾക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള ജില്ലാ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളുണ്ട്. ട്രാൻസ് കമ്മ്യൂണിറ്റികളുടെ നീതിയും ന്യായവും അവകാശ നിഷേധങ്ങളും എല്ലാതും ഞങ്ങൾക്ക് ബോധിപ്പിക്കാൻ ഉണ്ടാകേണ്ട വ്യക്തിത്വങ്ങളാണ് ഈ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങൾ. ഈ കേരളത്തിലെ 14 ജില്ലകളിലും അതാത് ജില്ലകളിൽ ഇത്ര ജസ്റ്റിസ് ബോർഡ് അംഗങ്ങൾ നിലകൊണ്ടുകൊണ്ട് അതാത് ജില്ലകളിലെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാനായിട്ടും അത് പരിഹരിക്കാനും ആണ് അവരുടെ ഡ്യൂട്ടി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ കോഴിക്കോട് ജീവിക്കുന്ന എനിക്ക് ഈ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളെ കൊണ്ട് എന്ത് നീതിയും ന്യായവും അവകാശ സംരക്ഷണങ്ങളും ആണ് ലഭിക്കുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്കൊന്നും തന്നെ പറയാനില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 90% ട്രാൻസ് കമ്മ്യൂണിറ്റി അംഗങ്ങളും ഇപ്പോഴും തെരുവിൽ തന്നെയാണ്. രാത്രികാല ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾക്ക് എവിടെ അഡ്രസ്സ് ചെയ്യണമെന്ന് ഇന്നും നമ്മൾക്ക് അറിയുന്നില്ല. ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളും രാത്രികാല പ്രശ്നങ്ങളും ഇതൊന്നും അറിയേണ്ടവരല്ല ഞങ്ങൾ എന്നുള്ള ഒരു നിലപാടാണ് അവർക്ക്. ശരിയാണ്, ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ്, നിങ്ങൾക്കത് നോക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. എന്നാലും തന്നെ കമ്മ്യൂണിറ്റിയെ അടുത്തറിഞ്ഞ് കമ്മ്യൂണിറ്റിയെ മോട്ടിവേറ്റ് ചെയ്യാനും മൊബിലൈസ് ചെയ്യാനും ഒക്കെ തന്നെയാണ് ഇവരൊക്കെ നിലകൊള്ളുന്നു എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റീൻ്റെ മനസ്സറിയുകയും കമ്മ്യൂണിറ്റീൻ്റെ പ്രശ്നങ്ങൾ അടുത്തറിയുകയും അവർക്കുള്ള പരിഹാരങ്ങളും അവരുടെ നീതി നിഷേധങ്ങൾക്കും ന്യായ ലംഘനങ്ങൾക്കൊക്കെ അവർക്ക് ഒരു താങ്ങും തണലായി നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ് ഈ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായാലും ഗവൺമെൻറ് ആയാലും പലവിധ NGOകളായാലൊക്കെ. കോഴിക്കോട് ഇത് പ്രവർത്തിക്കുന്നില്ല എന്ന് വേണം തന്നെ പറയാനായിട്ട്. കാരണം നമ്മുടെ പ്രശ്നങ്ങളെ പോലും അവർക്ക് കേൾക്കണ്ട. ഈ അടുത്ത് ഒരു വീഡിയോ ഇപ്പോൾ പറയുന്നുണ്ട്, കോഴിക്കോട് നടന്ന ഒരു പ്രശ്നത്തിന് സംസ്ഥാന ബോർഡ് ഇവരോട് ചോദിച്ചെന്ന്. എന്നാൽ ഇവർക്ക് പറയാറുന്നില്ല, രാത്രികാല ജീവിതത്തെ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യൂല, അവരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന്. പിന്നെ എന്തിനാ ഈ വീഡിയോയും പൊക്കിപ്പിടിച്ച് വന്നത്? പക്ഷേ സംസ്ഥാന ബോർഡിന് അവർക്ക് കുറച്ച് ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റികൾ രാത്രി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് കോഴിക്കോടുള്ള ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കോഴിക്കോട് അംഗങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾ ഇതിലൊന്നും ഇടപെടില്ല എന്നാണ് പറയുന്നത്. ഇതെന്തോ ന്യായമാണിത്? എനിക്ക് മനസ്സിലാവുന്നില്ല. നീതിയും ന്യായവും നിഷേധങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ.